ജെനുവിൻ അല്ലാത്ത വിവരത്തിൽ പോലും എഫ്ഐആർ ഇടണമെന്ന് സുപ്രീം കോടതി പറയുന്നു. കേട്ടാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെക്കും അല്ലേ? ജെനുവിൻ ആണോ അല്ലയോ എന്ന ആ ഇൻഫർമേഷൻ നോക്കിയിട്ട് തീരുമാനിക്കേണ്ടത് പോലീസാണ്. ഇൻവെസ്റ്റിഗേഷന്റെ സ്റ്റേജ് എഫ്ഐആർ ഇടേണ്ടതാണ്. ഞാൻ ഡോക്ടർ അരുണിനെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. റാംജി റാവു സ്പീക്കിംഗ് സിനിമ ഓർമ്മയില്ലേ? ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നു റാംജി റാവു. പോലീസ് രാവിലെ വന്ന് ഡോക്ടറോട് ചോദിക്കുകയാണ്, നമ്മുടെ ഉറുമീസ് തമ്പാനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയോ? എനിക്ക് പരാതിയില്ല മിസ്റ്റർ, നിങ്ങളൊന്ന് ഒഴിവായി പോകൂ, ഞാൻ പൈസ കൊടുത്ത് എന്റെ കുട്ടിയെ മോചിപ്പിച്ചോളാം എന്നാണ് ഉറുമീസ് തമ്പാൻ പറയുന്നത്. പോലീസ് പരാതി ഇല്ലാത്തതുകൊണ്ട് അന്വേഷിക്കാതിരുന്നോ? പോയി അന്വേഷിച്ചു, കണ്ടുപിടിച്ചു. പൈസ കൊടുത്ത് കുട്ടിയെ മോചിപ്പിക്കാൻ ഉറുമീസ് തമ്പാൻ തയ്യാറാണെങ്കിലും കേരള പോലീസ് അത് നോക്കി നിൽക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമ്മൾ ിലുള്ള നിയമപരിജ്ഞാനം പോലും കേരളത്തിലെ പോലീസ് ഫോഴ്സിനില്ലെങ്കിൽ. എക്സാക്ട്ലി അവിടെയാണ് കെ എസ് അരുൺകുമാർ 96-ാമത്തെ പേജിൽ ഹൂ വെയർ നെയിംഡ് എന്ന് പറയുമ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞ ചോദ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരമായി കഴിഞ്ഞു. കേസ് എടുക്കുമോ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ? ഒറ്റ കാര്യം, ഇത് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമുള്ള പ്രൊസീഡിങ്സ് അല്ലല്ലോ. ഏതെങ്കിലും ഒരു സാക്ഷിയുടെ മൊഴിയെടുക്കുമ്പോൾ സത്യപ്രസ്താവന നടത്തി സത്യം ബോധിപ്പിക്കുമെന്ന് പറയുകയോ ക്രോസ് എക്സാമിനേഷന് അവസരം കൊടുത്ത് ഉള്ള നിയമത്തിന്റെ പിൻബലമുള്ള ഒരു മൊഴിയല്ല. ഇതൊരു കമ്മിറ്റിയാണ്. കമ്മിറ്റിയുടെ മുന്നിൽ അവർ ഏതൊക്കെയോ രൂപത്തിൽ ശേഖരിച്ച, അത് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശേഖരിച്ച ഒരു മൊഴിയാണ്. ഈ മൊഴിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഗവൺമെന്റിന് ഉള്ള പരിമിതികൾ കൃത്യമായി തന്നെ ഡിവിഷൻ ബെഞ്ചിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആര് പ്രതിയാകും, ആരൊക്കെയാണ് വാദിയെന്നോ മറ്റ് സാഹചര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ചോദിക്കില്ലല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ കേസ് തള്ളിയേനെ. കേസ് തള്ളിയില്ലേ? ഇല്ല മിസ്റ്റർ അരുൺ, നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത്. ഏത് കേസ് അഡ്മിറ്റ് ചെയ്താൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഒന്നും അല്ല. എന്ത് നടപടി എടുക്കണം എന്ന് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറയും. അത് സ്വാഭാവികമായിട്ടുള്ള നടപടി. നോക്കൂ കെ എസ് അരുൺകുമാർ, അങ്ങ് എന്നോട് തന്നെ പറഞ്ഞ പ്രേക്ഷകർ കേട്ട ആര് എവിടെ എന്ത് ഈ ചോദ്യത്തിന് ഒരു ഉത്തരം 96 പ്രകാരം താങ്കൾക്ക് കിട്ടിയോ? ഒന്നുമില്ല, ഒരു പാരഗ്രാഫിലും ഇല്ല. കാരണം ഇത് ഗവൺമെന്റ് കൃത്യമായിട്ട് ഇവിടെ ഏതെങ്കിലും നിങ്ങൾ വായിച്ചൊക്കെ ഞാൻ വായിച്ചല്ലോ. ഒരു പേര് രേഖപ്പെടുത്തിയവർ 1 2 3 4 5 ആര് ചെയ്തു, എന്ത് ചെയ്തു? ആയിക്കോട്ടെ, പക്ഷെ ആര് പക്ഷേ ഈ റിപ്പോർട്ടിൽ പറയുന്ന പേരെടുത്ത് പറയുന്ന 15 പേർ. ഒറ്റ മിനിറ്റ്, ഇത് അല്ല പറയട്ടെ, ഒറ്റ മിനിറ്റ്. ഏതെങ്കിലും വിക്ടിമിന്റെ പേരോ ഏതെങ്കിലും പ്രതികളുടെ പേരോ ഏതെങ്കിലും ഒരു ഒഫൻസ് നടന്ന സാഹചര്യം, ജനറലായി കുറെ ഹരാസ്മെന്റ് നടന്നു താങ്കൾ എന്താണ് ഈ വാദിക്കുന്നത് കെ എസ് അരുൺകുമാർ? പിന്നെ അല്ല, ഒരു ഇൻസിഡന്റ് വേണ്ടേ? ആ ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ സൂചിപ്പിച്ചത് ഈ ഇൻസിഡന്റ് ക്രിമിനൽ കേസിന്റെ ബേസിലാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻസിഡന്റുകൾ പലതുണ്ട്. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ ഇന്റിമേറ്റ് സീൻ അഭിനയിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഇവരുടെ അനുവാദമില്ലാതെ പുറം ചിത്രം എടുത്ത് സ്വന്തം ഫ്ളാറ്റിലേക്ക് വരാൻ നടിയെ ഈ പറയുന്ന സംവിധായകൻ ക്ഷണിച്ചത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. സ്പെസിഫിക് അല്ലേ? ഈ പറയുന്ന സംവിധായകൻ ആര്? ഒരു ഒഫൻസ് വേണ്ട, അല്ലെങ്കിൽ ഏത് പറഞ്ഞിരിക്കുന്ന എവിഡൻസിലുള്ളത് എവിടെ? ഇതുവരെ കാണാത്ത എവിഡൻസസിൽ ഇവരുടെ മുഴുവൻ പേരുകളും ഇവരുടെ വാട്സ്ആപ്പ് ചാറ്റുകളും ഇവരുടെ മൊഴികളും ഉണ്ട്. അല്ല, അങ്ങ് പറഞ്ഞല്ലോ ഇതുവരെ കാണാത്തെന്ന് പറഞ്ഞല്ലോ. അത് പ്രേക്ഷകർ കേട്ടു. സമൂഹത്തിലേക്ക് വരട്ടെ. പൊതുസമൂഹത്തിൽ വന്നിട്ടാണോ?
പൊതുസമൂഹത്തിൽ വന്നിട്ടാണോ ഈ ഇരകളുടെയെങ്കിലും ചാറ്റ് പുറത്തിടാൻ പോകുന്നത്? അതോറിറ്റി എന്ത് കൃത്യമായിട്ടുള്ള വിവരാവകാശ കമ്മീഷന്റെ ദയനീയമാണ് കെ എസ് അരുൺകുമാർ. അങ്ങനെയുള്ള എല്ലാ റെസ്പെക്ടോടു കൂടി ഞാൻ പറയട്ടെ, അങ്ങേക്ക് സർക്കാരിനെ ന്യായീകരിക്കാൻ ബാധ്യതയുണ്ട്. മിനിമം കെ എൻ ബാലഗോപാൽ പറഞ്ഞതെങ്കിലും ഞാൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിച്ചു കെ എസ് അരുൺകുമാർ. നിർഭാഗ്യവശാൽ കെ എസ് അരുൺകുമാർ അത് ചെയ്തില്ല. ജിൻഡോ, ഇതാണ് സർക്കാരിന്റെ വാദം. പൊളിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ വാദം ഇതാണ് ജിൻഡോ. ഈ സർക്കാർ ആർക്കൊപ്പമാണെന്നാണ് ഇത് കണ്ടിരിക്കുന്നവർ തീരുമാനിക്കേണ്ടത്. ജിൻഡോ, ഒറ്റ മിനിറ്റ്. പ്രതിപക്ഷ നേതാവ് പോലും കഴിഞ്ഞ 4.5 കൊല്ലമായി ആവശ്യപ്പെട്ടില്ല. വനിതാ മതിൽ കെട്ടിപ്പൊക്കുന്നതിന് വേണ്ടിയിട്ടും സർക്കാർ കാണിച്ച പൊളിറ്റിക്കൽ വില്ലിന്റെ, ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ടും വനിതാ മതിൽ കെട്ടിപ്പൊക്കുന്നതിനും വേണ്ടി കാണിച്ച പൊളിറ്റിക്കൽ വില്ലിന്റെ 100-ൽ 1 അംശം പൊളിറ്റിക്കൽ വില്ല് ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസിൽ ഈ പറഞ്ഞ ആരോപണങ്ങളിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ, എഫ്ഐആർ അന്വേഷണം സ്വീകരിക്കാനുള്ള ആർജവം ഈ സർക്കാർ കാണിച്ചേനെ. ഈ പറഞ്ഞ റിപ്പോർട്ടിൻ പ്രകാരം നമ്മൾ പരിശോധിച്ചാൽ ഭാരതീയ ന്യായ സംഹിതയുടെ 354, 354A, 509 എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമായിരുന്നു. അത് മാത്രമല്ല, ഈ സെക്ഷൽ ഹരാസ്മെന്റ് പ്രിവെൻഷൻ ആക്ട് 2013, IT ആക്ട് 2000, പോക്സോ ആക്ട് 2012, ഇമ്മോറൽ ട്രാഫിക്കിംഗ് പ്രൊഹിബിഷൻ ആക്ട് 1956 പ്രകാരമൊക്കെ കേസെടുക്കണമായിരുന്നു. അടക്കമുള്ള ആളുകൾ ഭാരതീയ ന്യായ സംഹിതയുടെ 199 പ്രകാരം പ്രതികളാക്കപ്പെടുന്ന സാഹചര്യമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോഴാണ് അരുൺകുമാർ പറഞ്ഞത് ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ട് ഞങ്ങൾ പരിശോധിക്കുന്ന നടപടി സ്വീകരിക്കുമെന്ന്. ആരാ ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി? പി ശശിയാണ്. 11 വർഷക്കാലം CKP പത്മനാഭൻ എന്ന് പറഞ്ഞ പരാതി കൊടുത്തിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി